ഹേ മച്ചന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ മുട്ടനൊരു പണി കിട്ടിയിട്ടുണ്ട്. അത് പറയാം എന്താണെന്നുള്ളത്. സോ ഇത് നമ്മളെ ഷൂട്ടിനെ നന്നായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ളൊരു പണിയാണ്. അപ്പോൾ അത് എത്രയും പേര് ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൈക്ക് പണി മുടക്കിയിരിക്കുകയാണ്. ഈ മൈക്ക് ഇത് അത്യാവശ്യമായിട്ടും റെഡിയാക്കണം, ഇല്ലെങ്കിൽ നമുക്ക് തുടർന്ന് ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ നേരെ കൊല്ലത്തോട്ട് പോവുകയാണ്. കൊല്ലത്ത് പോയിട്ട് നമുക്ക് ഈ ഒരു മൈക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ റിപ്പയർ ചെയ്ത് മാറ്റണം, അല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു മൈക്ക് മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് കൊല്ലത്തോട്ട് വിടാം ഗൈസ്. മച്ചന്മാരെ, അപ്പോൾ അങ്ങനെ തപ്പി നമ്മൾ സിയോൺ ക്യാമറയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ മൈക്കിൻ്റെ കണ്ടീഷൻ നമുക്ക് പറഞ്ഞു നോക്കാം. റിപ്പയറിംഗ് ആണോ അല്ലെങ്കിൽ ചോദിക്കാം. ഈ മൈക്ക് ബോയോടെ റിപ്പയറബിൾ ആണെങ്കിൽ റിപ്പയർ ചെയ്യണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ തരണം. ചെയ്യാൻ പറ്റുമോ? കണക്ടർ വിഷയമുണ്ട്, അല്ലാതെ ഇതിൻ്റെ പ്രശ്നമുണ്ട്. ഈ ഗൈസ് നമ്മൾ ക്യാമറ വിത്ത് മൈക്ക് കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുകയാണ് ഗൈസ്. ബ്രോ പേരെങ്ങനെ? ഇർഫാൻ. ഓ, ഇർഫാൻ ബ്രോ ആണ് ചെക്ക് ചെയ്യുന്നത്. ഹലോ ടെസ്റ്റിംഗ്. ഹലോ എടുക്കുന്നുണ്ട്. ചെറിയൊരു നോയ്സ് തരുന്നുണ്ട്. ഈ നോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർട്ടിൽ അനക്കുമ്പോൾ വരുന്നുണ്ട്. ഇതകത്ത് ക്യാമറയുടെ പോർട്ടിൻ്റെ വിഷയമായിരിക്കും. ഇതിപ്പം നമ്മൾ ഈ എല്ലാ കേബിളുകൾ കുത്തിയപ്പോൾ ഈ ഒരു ഇത് വരുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പോർട്ടിൻ്റെ വിഷയം ഇതിൻ്റെ ആവാനും ചാൻസ് ഉണ്ട്. ഇവിടുത്തെ മൈക്കിൻ്റെ കണക്ടറിൻ്റെ സർവീസ് തന്നെ വിട്ടു നോക്കണം. ക്യാമറയുടെ ആണോ ഇനി ഇതിൻ്റെ ആണോ മൈക്കിൻ്റെ ആണോ ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയതെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഹോളി ലാൻഡിൻ്റെ പുതിയ മൈക്ക് അത്യാവശ്യം കൊള്ളാമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഹേ, നമ്മുടെ സാധനം വന്ന കേസ് നോക്കി. ഇതാണ് ബൈക്ക്. ഹോളി ലാൻഡ് വലിയൊരു ബൾക്കി പെട്ടിയാട്ടോ. കൊള്ളാം സംഭവം. ഇതിനകത്തിൽ വരുന്നത് ഇത് നമുക്ക് ഐഫോണിലോ. ഓ, ഇത് ഐഫോൺ, സാധാ ഐഫോണിനകത്തിൽ യൂസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ഇത് ചാർജബിളായില്ലേ? ഇതിലൊരു സി പോർട്ട് ഉണ്ടല്ലേ? ഓ, ഇത് ചാർജബിളാണ് കേട്ടോ. ഇത് നമുക്ക് സാധാ പഴയ മോഡൽ ഐഫോണിൽ, അത് പഴയ മീൻസ് 14 തൊട്ട് താഴോട്ട് യൂസ് ചെയ്യാം. മറ്റേ വേറൊരു കണക്കുണ്ടല്ലോ, 15. ഇത് സി ടൈപ്പ് ഉള്ള ഫോണുകളിൽ കണക്ട് ചെയ്യാം. 15 തൊട്ട് താഴെ ആൻഡ്രോയിഡ് ഫോണുകളെല്ലാം യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ഇതാണ് സംഭവം. പെട്ടിക്കകത്തിലോ ഇതെന്താണ്? ഇതാ ബട്ടൺസ്. ഇതാണ് എനിക്ക് മൈക്കല്ലേ? ഓ, ഇത് സംഭവം കൊള്ളാം കേട്ടോ. നൈസ്. ചെറിയത് നോക്കി. ഇത് നോയിസ് ക്യാൻസലേഷൻ ബട്ടൺ. ഓക്കെ, ഇത് മാഗ്നറ്റ് അല്ലേ? ഒന്ന് എടുത്ത് കേട്ടോ, നേരത്തെ കാണിച്ചു. ഓക്കെ, ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചേട്ടാ രണ്ടിനകത്ത്. ഇതങ്ങനെ ഷർട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കാം അല്ലേ? അടിപൊളി. ഇങ്ങനെ ഇരുന്നോളൂ, കൊള്ളാം. ഓ ഗൈസ്, മച്ചന്മാരെ, നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ നോക്കുന്നത്. വോയിസ് റെക്കോർഡാണ് നമുക്ക് ഇവിടെ ആദ്യം ഒന്ന് പഠിച്ച് നോക്കാം. ബട്ടണ്. ഹലോ കേൾക്കാവോ? നിനക്ക് കേൾക്കത്തില്ലെന്ന് എനിക്കറിയാം. ഹലോ ഗൈസ്. കേൾക്കാവോ? ഹലോ. നമ്മളിപ്പോൾ കുറേ ദൂരെയാണ്. ക്യാമറ അങ്ങ് ഒരു 10 മീറ്റർ ബാക്കിലാണ് നിൽക്കുന്നത്. നമ്മൾ നേരെ അങ്ങോട്ട് നടക്കാം. അത് എത്രത്തോളം ക്യാച്ച് ചെയ്യുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. ഓഹോ. ഓക്കെ, അടുത്ത് നോക്കാം. ഹലോ. ആ, അങ്ങനെ മച്ചാന്മാരെ, നമ്മളിതാ ഈ ഒരു സാധനം വാങ്ങിയിരിക്കുകയാണ് ഗൈസ്. അടിപൊളി. ഇത് ഓഫ് ആയിക്കോളൂ, ലൈറ്റ് കത്തുന്നത്. സോ നമ്മുടെ മൈക്കിൻ്റെ ഇഷ്യൂ അല്ല, ക്യാമറയുടെ ഇഷ്യൂ ആണ് ഗൈസ്. നമ്മുടെ ക്യാമറ അടിച്ചു പോയി ഗൈസ്. ക്യാമറയുടേതാ ഈ ഒരു
കണക്ടർ മൈക്കിൻ്റെ കണക്ടർ പോയതാണ്, അതാണ് ഈ സൗണ്ട്. പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഐഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐഫോണിൽ നമുക്ക് ഈ ബോയോ യൂസ് ചെയ്യാൻ പറ്റില്ല ഗൈസ്, ഇത് പറ്റില്ല യൂസ് ചെയ്യാൻ, അത് നമ്മൾ മാറ്റി. ലോഗോയ്ക്ക് വരെ കുറേ സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ നൈസായിട്ട് നമ്മുടെ ഈ ഒരു ബട്ടണിൽ ഒട്ടിക്കാൻ നല്ല അടിപൊളി ഇമോജീസ് ഒക്കെ കിട്ടും കേട്ടോ. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ലോഗോ നമുക്ക് വേണമെങ്കിൽ മറയ്ക്കാം. സോ അങ്ങനെ നമ്മുടെ 13,300 ഒറ്റ സെക്കൻഡ് കൊണ്ട് മൈക്ക് പണി വന്നിട്ടുണ്ട് അല്ലേ? 13,300 കൊടുത്ത് നമ്മളെ വെളിയിലെ മൈക്ക് ഇതായിരിക്കുന്നു ഗൈസ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ മൈക്കിൻ്റെ കംപ്ലൈൻറ്റ് അല്ലായിരുന്നു, ക്യാമറയുടെ കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ മൈക്ക് മേടിച്ചത്. കാര്യം നമുക്കിത് ഫോണിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഇനി തൊട്ടുള്ള ബ്ലോഗുകളെല്ലാം ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഐഫോണിലോട്ട് ചേഞ്ച് ചെയ്ത് മച്ചന്മാരെ. അപ്പോൾ നമ്മൾ സാധനം മേടിച്ചത് സിയോണിന്നാണ്. നേരെ നമ്മൾ സാധനം മേടിച്ചിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ മൈക്ക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ വിശദമായും ഇതിൻ്റെ ആഫ്റ്റർ യൂസേജ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തരാം. പക്ഷേ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ നോക്കട്ടെ, ഇത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നല്ല 2 വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായി മനസ്സിലാവും. അത് കഴിയുമ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകും. നമ്മളിപ്പോൾ വന്നത് കൊല്ലത്ത് സിയോണിലാണ്. അപ്പോൾ എന്തായാലും നൈസ് പ്രൈസിനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. ഇറ്റ്സ് മീ അനൂപ് സൈനിങ് ഔട്ട്.